ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണം, ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ പാചകം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസ് ആയിട്ടാട്ടോ. അപ്പോൾ കറിവേപ്പിലില്ലാത്തൊരു കറീനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമുക്ക് കറി വെക്കാം, എങ്ങനെ വേണം കറി വെക്കാം, അതിൽ കറിവേപ്പില ഇടുന്ന നിർബന്ധമൊന്നുമില്ല. പക്ഷേ കറിവേപ്പില ഇട്ട കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഇല്ലേ. ഞാൻ ചിക്കൻ കറി മീൻ കറിയൊക്കെ വെക്കുവാണെങ്കിൽ എനിക്ക് മെയിനായിട്ട് വേണ്ടത് കറിവേപ്പില കേട്ടോ. അതിവിടെ മേടിച്ചതില്ലെങ്കിലും എനിക്ക് പറിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ എൻ്റെ ഈ ചെറിയ തൈച്ചെടിയുടെ നാമ്പ് വരെ ഞാൻ നുള്ളൂട്ടോ. അപ്പോൾ എനിക്ക് അത്രയും മെയിനാണ് കറിവേപ്പില. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ കറിവേപ്പില നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ നമുക്ക് ഒരു മാസമൊക്കെ കേടുകൂടാതൊക്കെ വെക്കാൻ പറ്റുമായിരിക്കും അല്ലേ. എനിക്കങ്ങനെ ഒരു മാസമൊന്നും കിട്ടാറില്ല, അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നത്, ഇവിടെ എനിക്ക് കറിവേപ്പില ഇല്ല, ഒരു ചെറിയൊരു തയ്യേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ എവിടെയെങ്കിലും ഉള്ള വീട്ടിൽ നിന്ന് ഞാൻ ഒടിച്ച് കൊണ്ടുവരും, അങ്ങനെ കൂടുതൽ ഒടിച്ചിവിടെ കൊണ്ടുവന്ന് ഞാൻ സൂക്ഷിക്കുകയും ചെയ്യുന്നത്. അത് ചിലപ്പോൾ 1 മാസം 2 മാസം 3 മാസമൊക്കെ ഉണ്ടാവും കേട്ടോ. അത് കേടുകൂടാതെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും വെക്കാൻ. നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ആർക്കാണെന്നറിയാമോ? ഈ ഗൾഫിലൊക്കെ പോകുന്നവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന വീഡിയോസ് ആട്ടോ. അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു കെമിക്കലും കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ഓരോന്ന് കാണിച്ചു തരാം. പിന്നെ എനിക്ക് സ്റ്റാൻഡും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ ക്യാമറ ഞാൻ എങ്ങനെയൊക്കെയാണ് എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് പറ്റും പോലൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് മിനിഞ്ഞാന്ന് മേടിച്ച കറിവേപ്പിലയാട്ടോ. അപ്പോൾ എനിക്കിതൊന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കണ്ടോ, നമ്മുടെ കണ്ണൂരുകാർ ഇതിനെ പറഞ്ഞത് തടുപ്പ എന്നാ കേട്ടോ. ഇതിന് മുറന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നത്, ഇത് ഓരോന്നിങ്ങനെ ഓരോരോ ഇലകളായിട്ട് ഇങ്ങനെ ഉതിർത്തങ്ങ് എടുക്കും. ഉതിർത്തെന്നല്ല പറയുന്നത്, ഉതിർത്തെടുത്ത ശേഷം ഞാൻ ഈ മുറത്തിൽ വെക്കാൻ പോവാണേ. എന്നിട്ട് ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ, ഇതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാട്ടോ എടുത്ത് വെച്ചേക്കുന്നത്. ഇത് വെള്ള പാത്രമാണ്, ചിലപ്പോൾ വെളിച്ചെണ്ണ കാണാൻ സാധ്യതയില്ല കേട്ടോ. ഇത് കണ്ടോ, വെളിച്ചെണ്ണ ഉണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ കറിവേപ്പില ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്, മുറം. അപ്പം ഞാൻ ഈ മുറത്തിലേക്ക് ഈ കറിവേപ്പില ഓരോന്നായിട്ട് ഉതിർത്ത് ഇടാൻ പോവാം. ഞാൻ അത് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. ഇത്രയും കറിവേപ്പില കിട്ടിയിട്ടുണ്ടേ. ഇതിപ്പോൾ എനിക്കൊരു 1.5 ആഴ്ചത്തേക്ക് ഉണ്ടാവുമായിരിക്കും. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാനിത് നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണയിൽ അതായത് കുറച്ച് കയ്യിൽ വെളിച്ചെണ്ണ എടുക്കുക, എന്നിട്ട് അതിലിങ്ങനെ തിരുമ്പും. കാണിച്ചു തരാവേ. അപ്പോൾ ഈ ഇലയിലേക്ക് നമ്മൾ എടുത്ത് വെച്ച എണ്ണയുണ്ടല്ലോ, ആ എണ്ണ നമ്മുടെ കയ്യിൽ ലേശം പുരട്ടുക. അത് നമ്മൾ കുളിക്കാനൊക്കെ നമ്മൾ എടുക്കൂലേ, അതുപോലെ എടുത്താൽ മതിയേ. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് 2 കയ്യിലും നമ്മൾ തേച്ചിട്ട് ഇല തേക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ ഡയറക്റ്റ് ഇലയിങ്ങനെ തേക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഇലയിലും വെളിച്ചെണ്ണ എത്തണം. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും വേണ്ട, നമുക്ക് എല്ലാ ഇലയിലും കവർ ചെയ്യാൻ പാകത്തിനുള്ള എണ്ണ മതിയേ. അപ്പോൾ നന്നായിട്ട് എല്ലാ ഇലയിലും ആവുന്ന രീതിയിൽ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്കിത് പഠിപ്പിച്ച് തരാമെന്നറിയാമോ, എൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ ഭാര്യ, അതായത് എൻ്റെ വല്യമ്മ. ആ വല്യമ്മ ഒരു ദിവസം ഒരുപാട് കറിവേപ്പില കൊണ്ടുവരുന്നത്. ഞാൻ വിളിച്ച് ഇതിന് മാത്രമൊക്കെ എന്തിനായി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ ഗൾഫിലുള്ളവരൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് കൊള്ളാലോ എന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന പരിപാടിയാണിത്. അപ്പോൾ എല്ലാ ഇലയിലും ഇതെങ്ങനെ എണ്ണയൊക്കെ തേച്ച് റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് മുറത്തിൻ്റെ 4 സൈഡിലേക്കും ഇങ്ങനെ നിരത്തി വെച്ച്, എന്തിനാണെന്നറിയാമോ, നമ്മൾ വെയിലത്ത് വെക്കാൻ പോവുകയാണ്. വെയിലത്ത് വെക്കുമ്പം അത് ഈക്വലായിട്ട് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കണം. നമ്മൾ ഈ അരിയൊക്കെ ഉണക്കാൻ വെക്കുമ്പോൾ ചിക്കി കൊടുക്കൂലേ, അതുപോലെ. ഇതിപ്പോൾ ഞാനൊരു 1.5 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടാവുമായിരിക്കും. അപ്പം മുറ്റത്ത് ആ സൈഡിൽ കിടക്കാൻ തന്നെ ഒരു ഇല്ലിക്കമ്പാട്ടോ. ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അവിടെ വീട്ടിന് മുറ്റത്തുള്ളതാണേ. അവർ കൊത്തി കളഞ്ഞ് കണ്ടപ്പോൾ എടുത്തുകൊണ്ട് വന്നത് എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ചെയ്യാലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഉണങ്ങാൻ ഇട്ടേക്കുവാണ് അവിടെ. അപ്പോൾ ഇലയൊക്കെ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇതാട്ടോ എൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ ചിലയിടത്ത് നല്ല പച്ചക്കളർ ഉണ്ടാകും, ചിലയിടത്ത് ഇങ്ങനെ ഒരു വാടിയ പോലെയൊക്കെ ഉണ്ടാകും. അതൊന്നും പ്രശ്നമല്ല. നമ്മൾ അതിലുള്ള പിന്നെന്താ പറയുക, ആ വെള്ളം ഒക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അത് നന്നായിട്ട് ഉണങ്ങി വരളൊന്നും വേണ്ട. ഇതെൻ്റെ കറക്റ്റ് പാവമാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയൊരു എയർ ടൈറ്റ് ആയ പാത്രത്തിൽ അടച്ച് വെക്കണം. അതായത് നമ്മൾ വലിയൊരു പാത്രത്തിൽ ആക്കി വെക്കുന്നുണ്ടല്ലോ, ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ചിലപ്പോൾ പൂത്തുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പല പാത്രങ്ങളായിട്ട് എടുത്ത് വെക്കണേ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് കാണും വരെ എല്ലാവർക്കും ടാറ്റാ.